കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോട്ടൺ ഡ്രസ്സുകളുടെ അല്ലേ മോഡലുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു സീരീസ് പോലെ പാർട്ട് 1 പാർട്ട് 2 എന്ന് പോലെ. അപ്പോൾ അതിൽ മോഡൽ 1 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ആലിയ കട്ട് മോഡലൊക്കെ ആയിട്ട്. അപ്പോൾ കാണാത്തവരുടെ ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു മോഡൽ 2 ആണ്, കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് തന്നെ. അപ്പോൾ ഇതാ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ക്ലോത്തിൻ്റെ ഒരു സൈഡിൽ മാത്രം ഇതാ ഇതുപോലെ കര പോലെ വരുന്നുണ്ട് കേട്ടോ. മീറ്ററിന് 125 രൂപയാണ് ഈ ഒരു ക്ലോത്തിന് വരുന്നത്. അതിൻ്റെ ഒപ്പം ഞാൻ ഈ ഒരു അതിൻ്റെ ഏകദേശം ചേരുന്ന രീതിയിൽ ഇത് പാൻറ്റിൻ്റെ ക്ലോത്തായിട്ടാണ് അവിടെ വെച്ചിട്ടുള്ളത്. ഞാനൊരു 1/2 മീറ്റർ ഇങ്ങനെ ഈ ഒരു ക്ലോത്തും കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. മറ്റേത് ഞാൻ 3 മീറ്ററാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങുമ്പോൾ നമുക്ക് മോഡലൊന്നും ജസ്റ്റ് നിശ്ചയമൊന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെ ചെയ്യണമെന്നൊന്നും. വീട്ടിലെത്തിയിട്ട് വാങ്ങിയിട്ട് പിന്നെ ഞാൻ അങ്ങനെ എനിക്ക് പിന്നെ ടോപ്പ് തയ്ക്കാൻ 3 മീറ്ററാണ് ഞാൻ വാങ്ങാറുള്ളത്. 1/2 മീറ്റർ ഇങ്ങനെ ഇതാ ഈ ഒരു പാൻറ്റിൻ്റെ ക്ലോത്തും അങ്ങനെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പല പല ഷെയ്ഡ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഈ ഒരു മോഡൽ പ്രിൻറ്റ് വരുന്ന തുണി ഒരുപാടുണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ പല പല കളേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ അതിൽ നിന്ന് 3 കളറ്, ഈ ഒരു യെല്ലോ, വയലറ്റ്, ഗ്രീൻ, ഇങ്ങനെ 3 കളർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പ് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അറിയാലോ പ്ലസ് സൈസിലാണ് കേട്ടോ നമ്മളിത് തയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്താണ് നമ്മൾ 2 ആക്കി മാത്രമാണ്, 4 ആക്കി മടക്കിയിട്ടിട്ടില്ല. നീളത്തിൽ തുണി വെച്ചിട്ട് നമ്മൾ 2 ആക്കി മടക്കിയിട്ടിട്ടാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് പീസ് മാത്രം ആയതുകൊണ്ടാണ് കേട്ടോ 2 ആക്കി ഞാൻ മടക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ ലെങ്ത്ത് 48 ഇഞ്ചാണ്, 46 ഇഞ്ചാണ്. തയ്യൽ തുമ്പായിട്ട് ഞാൻ 2 ഇഞ്ച് ഇട്ടിട്ട് 48 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ നമ്മൾ ഷോൾഡർ ഞാൻ 8 ഇഞ്ചാണ് കേട്ടോ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ 8.5 ഇഞ്ചൊക്കെ ആകുമ്പോൾ എനിക്ക് ഷോൾഡർ ഇങ്ങനെ എക്സ്ട്രാ വരികയാണ്. അപ്പോൾ ഞാനിങ്ങനെ 8 ഇഞ്ച് ആകുമ്പോൾ എനിക്ക് കറക്റ്റാണ്. ഞാൻ വണ്ണുള്ളതുകൊണ്ട് 8.5 ഇഞ്ചൊക്കെ ഇടാറുണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റ് ഷോൾഡർ വരുന്നത് 8 ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷോൾഡറിന് 8 ഇഞ്ച് അടയാളപ്പെടുത്തി നേരെ താഴെ 1 ഇഞ്ച് താഴേക്കൊന്ന് അടയാളപ്പെടുത്തിയിട്ട് അവിടേക്ക് നമുക്ക് ഷോൾഡറിനെ ചെരിച്ച് വരച്ചു കൊടുക്കാം. അതിനുശേഷം ആ അടയാളപ്പെടുത്തിയ ഭാഗത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യാം, കൈക്കുഴിക്ക് വേണ്ടിയിട്ട് 8 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഭാഗത്ത് ചെസ്റ്റിൻ്റെ അളവ് കൊടുക്കാം. അപ്പോൾ ചെസ്റ്റ് നമ്മുടെ അളവ് നല്ല അധികം ടൈറ്റ് ആക്കാതെ, എനിക്ക് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഇഷ്ടം, ഞാൻ ടൈറ്റ് ആക്കാതെ ഒന്ന് അളവ് എടുത്തിട്ടുണ്ട്. ആ അളവിന് നമ്മൾ റൗണ്ടായിട്ട് എടുത്ത അളവിന് 4 ഭാഗമാക്കിയിട്ടുള്ള ആ ഒരു അളവ് ആദ്യം ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടൊരു 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്ത് അവിടെ L ഷേപ്പിലൊന്ന് വരച്ചു കൊടുത്ത് നമുക്ക് കൈക്കുഴിയും കൂടി ഒന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കാം. അപ്പോൾ ആ ഭാഗം നമുക്ക് ചെസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കൈക്കുഴി കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ എൻ്റേത് 24 ഇഞ്ചാണ് കൈക്കുഴി. അപ്പോൾ അതിന് പകുതി 12 ഇഞ്ചും പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വേസ്റ്റ് ലെങ്ത്തും പിന്നെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തന്നെ നമ്മൾ ഓപ്പണിൻ്റെ ലെങ്ത്തും അങ്ങനെ 2 അളവാണ് ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വേസ്റ്റ് ലെങ്ത്ത് എന്ന് പറയുമ്പോൾ എൻ്റേത് 16.5 ഇഞ്ചാണ്. 16 ഇഞ്ചാണ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂട്ടിയിട്ട് കേട്ടോ. എന്നിട്ട് അവിടെ നമ്മൾ വേസ്റ്റിൻ്റെ റൗണ്ട്, നമ്മൾ ഷേപ്പിൻ്റെ ഏറ്റവും വണ്ണം കുറഞ്ഞ ഭാഗമാണ് വേസ്റ്റിലെ. അപ്പോൾ അവിടുന്ന് അതിൻ്റെ അളവ് എടുത്തിട്ട് അതിന് 4 ഭാഗമാക്കിയ അളവും 1.5 ഇഞ്ച് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പണിൻ്റെ അതായത് നമ്മൾ ഹിപ്പ് ലെങ്ത്ത് അടയാളപ്പെടുത്തിയ ഭാഗത്ത് അവിടെ ഹിപ്പ് റൗണ്ട് നമ്മൾ ആ അളവ് എത്രയാണോ അതിനെ നമ്മുടെ റൗണ്ടായിട്ടിട്ട് നമ്മളെടുത്ത അളവിന് 4 ഭാഗമാക്കിയ അളവും 1.5 ഇഞ്ചാണ്. ഓപ്പൺ വെക്കുന്നതുകൊണ്ട് തന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ അടയാളപ്പെടുത്തിയ ഭാഗമൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് എടുക്കുക. അപ്പോൾ ഷേപ്പായിട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഹിപ്പിൻ്റെ ഭാഗത്ത് കൊടുത്ത അളവില്ലേ, ആ അളവിനേക്കാൾ 1 ഇഞ്ചാണ് ഞാൻ താഴെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് ജസ്റ്റ് ഒരു വീതി താഴെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു, കുറച്ചൊരു ഫ്ലെയറായിട്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിൻ്റെ ഭാഗം വരുന്ന അത്രയാണ് അളവ്. അതിനേക്കാൾ 1 ഇഞ്ച് കൂടുതൽ ഞാൻ കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് താഴേക്ക് ചെറുതായിട്ടൊരു ചെരിവ് വരുമല്ലോ 1 ഇഞ്ച് വരുമ്പോൾ അതവിടെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതാ ഇവിടെ ബാക്ക് പീസ് ഇത്രയും ഭാഗം അടയാളപ്പെടുത്തി നമുക്ക് സെറ്റായിട്ടുണ്ട്. അത് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് ഭാഗം വേറെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലോത്ത് വീണ്ടും നമ്മൾ 2 ആക്കി തന്നെ മടക്കിയത് ഞാൻ നീളത്തിലിങ്ങനെ മടക്കിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് ഇങ്ങനെ താഴേക്ക് ജസ്റ്റ് ഒന്ന് ക്ലോത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കര വരുന്നതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് ഇങ്ങോട്ട് കണ്ട ഈ ഒരു സൈഡിന് മൊത്തം ഈ ക്ലോത്തിൽ കരയെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അതുവരെ മടക്കിയിട്ടിട്ടുള്ളൂ. അത് നമുക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാമല്ലോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ 2 ആക്കി മടക്കിയിട്ട് ലെങ്ത്ത് ആദ്യം ഒന്ന് ജസ്റ്റ് ഇതുപോലെ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത ബാക്ക് പീസ് വെച്ചിട്ട് ലെങ്ത്ത് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ട് ലെങ്ത്ത് ഇത്രയാണ്, ഇവിടെയാണ് നമ്മൾ ലെങ്ത്ത് അതവിടെ ജസ്റ്റ് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു തുണി മാറ്റി വെക്കുകയാണ്. താഴെയും കറക്റ്റായിട്ട് നേരെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. വെച്ചതിന് ശേഷം നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്തി അവിടെ ഷോൾഡറിൻ്റെ ഭാഗം നമ്മളവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് മുതൽ താഴെ വരെ ഏകദേശം ഒരു 4-5 ഇഞ്ച് വീതിയിൽ ഒന്ന് അടയാളപ്പെടുത്താം കേട്ടോ. നമുക്ക് കുറച്ച് കൂടുതൽ ഞൊറിവ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 5 ഇഞ്ച് ആകുമ്പോൾ നമുക്ക് ടോട്ടൽ 10 ഇഞ്ച് വരും. ഇപ്പോൾ 2 മടക്കിയിട്ടുള്ളതുകൊണ്ട് 10 ഇഞ്ച് വരും. അപ്പോൾ 4 ഇഞ്ചാണെങ്കിൽ 8 ഇഞ്ച് വരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് കൂടുതൽ എത്ര ഞൊറിവ് വരണം, ഇപ്പോൾ ആ ഒരു ഏകദേശം ഒരു 6-7 ഞൊറിവൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 5 ഇഞ്ച് വരണം. കൂടുതൽ ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ കൊടുക്കുന്നത് 4.5 ഇഞ്ച് വീതിയിലാണ് ഇപ്പോൾ ഞാനിവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ജസ്റ്റ് 4.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 9 ഇഞ്ചോളം വരും. അപ്പോൾ അത് വരച്ചിട്ട് ആ ലൈനിലേക്ക് വരച്ചു കൊടുത്ത ആ ഒരു ലൈനിലേക്കാണ് ഇതുപോലെ ക്ലോത്ത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ആ ഒരു 4.5 ഇഞ്ച് നമ്മൾ വീതി ഇങ്ങനെ ആദ്യം അടയാളപ്പെടുത്തിയിട്ട് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ആ വരച്ച ലൈനിലേക്കാണ് നമ്മുടെ ബാക്ക് പീസ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 4.5 ഇഞ്ച് അടയാളപ്പെടുത്തിയ ആ ഒരു ഈ ഒരു ഭാഗമല്ലേ, അതവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയൊരു കട്ടിങ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു അളവ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. അതവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ടിങ് കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മുടെ ശരിക്കുള്ള അളവ് വരുന്നത് അല്ലേ. ഈ 4.5 ഇഞ്ചിന് ശേഷമാണ് ഞാൻ നമ്മുടെ കറക്റ്റ് അളവ് കൊടുക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ലൈന് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ ഇങ്ങനെ വരച്ച് നമുക്ക് എന്താ പറയുക തയ്ക്കുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ യോക്കിൻ്റെ ഭാഗം നെക്കും യോക്കിൻ്റെ ഭാഗമൊക്കെ ഒന്ന് എങ്ങനെയാണ് കട്ട് ചെയ്യണതെന്നും കൂടി നോക്കാം അല്ലേ. അപ്പോൾ നമ്മളിവിടെ പോലെ ആയിരിക്കും നമ്മൾ കറക്റ്റ് അളവിനേക്കാൾ എക്സ്ട്രാ അങ്ങനെ കൂടുതൽ തുണി വരുമല്ലോ. ആ ഒരു ഭാഗം നമ്മൾ ഈ കട്ട് ചെയ്യുന്നതിൽ നോക്കണം കേട്ടോ. അപ്പോൾ അവിടെ ഞാനിവിടെ ഒരു 15 ഇഞ്ച് ലെങ്ത്താണ് എടുത്തിട്ടുള്ളത്. ആ 15 ഇഞ്ച് ലെങ്ത്ത് പിന്നെ നമ്മുടെ കറക്റ്റ് അളവും എക്സ്ട്രാ ഉള്ള അളവും നമ്മൾ ഈ ഒരു സംഭവത്തിൽ നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ ആ ഒരു എക്സ്ട്രാ ഉള്ള അവിടുന്ന് തൊട്ട് ഞാനൊരു 5 ഇഞ്ച് വീതിയിലാണ് ഇപ്പോൾ അവിടെ നിന്ന് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. അതായത് നമ്മളിവിടെ ഒരു ലൈൻ വരച്ചത് കണ്ടോ, ആ ലൈൻമേൽ നിന്ന് ഒരു 5 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ ഞാൻ അടയാളപ്പെടുത്തുന്ന താഴേക്ക് യോക്കിൻ്റെ ഭാഗത്തേക്ക് കേട്ടോ. അതായത് 15 ഇഞ്ച് ലെങ്ത്ത് ഞാൻ ആദ്യം ഒന്ന് താഴേക്ക് അടയാളപ്പെടുത്തി. പിന്നെ ഇവിടെ സൈഡിലേക്ക് നമ്മളിതാ 5 ഇഞ്ച് വീതിയിൽ ഇങ്ങോട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഇവിടെയും കൂടി നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ ഇതുപോലെ വരച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം അടയാളപ്പെടുത്തിയ 15 ഇഞ്ച് ലെങ്ത്ത് വരെ ഇതുപോലെ ഇങ്ങോട്ടറ്റം അടയാളപ്പെടുത്തി കൊടുക്കാം. പിന്നെ ഇങ്ങോട്ട് വരുന്നത് എക്സ്ട്രാ ഉള്ള ആ ഒരു ക്ലോത്താണ് അല്ലേ. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ ഇവിടെ 4.5 ഇഞ്ചും ഇവിടെ 5 ഇഞ്ചും വരും, ഏകദേശം 9.5 ഇഞ്ച് വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഇതാണ് കറക്റ്റ് നമ്മുടെ നെക്കിൻ്റെ യോക്കിൻ്റെ ഭാഗം വരിക. ആ സെൻറ്ററിലുള്ള ആ ലൈനിൻ്റെ അങ്ങോട്ടുള്ളത് നമുക്ക് എക്സ്ട്രാ ഉള്ള ക്ലോത്ത് ആയിരിക്കും. എന്നിട്ട് ആ വരച്ച ഭാഗം ഞാനൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ എടുത്തിട്ടുള്ളത് 5 ഇഞ്ചാണെങ്കിലും കട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു 4 ഇഞ്ച് ഉള്ളിലൂടെ വേണം കേട്ടോ. ആ വരച്ചെടുത്ത ലൈനില്ല അതിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് 4 ഇഞ്ച് ഉള്ളിലൂടെ ആയിട്ട് വേണം കട്ട് ചെയ്യാൻ. കാരണം നമുക്കവിടെ തയ്യൽ തുമ്പ് വേണം. നമ്മുടെ ഈ തുണിയിൽ നമ്മുടെ നെക്കിൻ്റെ ഭാഗത്ത് തയ്യൽ തുമ്പ് 4 ഇഞ്ച് വിട്ടിട്ടാണ് കട്ട് ചെയ്തത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താഴ്ഭാഗം വലിയ കുഴപ്പമില്ല, പക്ഷേ 2 സൈഡ് ഭാഗവും നമ്മൾ എന്തായാലും 4 ഇഞ്ച് ഉള്ളിലേക്ക് ആയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു ഷേപ്പിൽ കിട്ടും. പിന്നെ നമ്മൾ ഇത് എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റ് അളവിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ ചെറിയ ഞൊറിവാക്കി കൊടുത്ത് റെഡിയാക്കി എടുക്കണം. നമ്മൾ എക്സ്ട്രാ ഒരു 4.5 ഇഞ്ച് വന്നല്ലോ, ആ ഒരു 4.5 ഇഞ്ച് അങ്ങനെ നിർത്തുമ്പോൾ നമുക്ക് 9 ഇഞ്ച് വരും. ആ 9 ഇഞ്ചിനെ നമ്മളിങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ഞൊറിവാക്കിയിട്ട് നമ്മളവിടെ നമ്മുടെ കറക്റ്റ് അളവാക്കി കൊണ്ടുവന്നിട്ടാണ് നമ്മൾ തയ്ച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതാ ഈ ഒരു ക്ലോത്ത് നമ്മൾ അവിടുന്ന് കട്ട് ചെയ്തെടുത്ത ക്ലോത്താണല്ലേ ഇത്. അതിലും നമ്മളിതാ ഇങ്ങനെ ഇവിടെ എന്ത് വരും, എന്താ പറയുക, നമ്മൾ എക്സ്ട്രാ വരുന്ന ആ ഒരു അളവ് വരും. അതിനനുസരിച്ച് നമ്മളിവിടെ
ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. എന്താ പറയുക, നമ്മുടെ ഈ ഒരു ചെസ്റ്റിൻ്റെ യോക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ടുള്ള അളവ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കണം. നമ്മൾ 4 ഇഞ്ച് ഉള്ളിലൂടെ കട്ട് ചെയ്ത ആ ഒരു ക്ലോത്താണിത്. അത് ഇപ്പോൾ ഈ ഒരു അളവിന് അനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ, നമുക്ക് യോക്കിൻ്റെ ഭാഗം എടുക്കാനായിട്ട്. നമ്മൾ ഉള്ളിൽ വെച്ച് കൊടുക്കാൻ. ഇപ്പോൾ നമ്മളവിടെ കട്ട് ചെയ്തെടുത്തില്ലേ, അതിൽ കുറച്ച് എക്സ്ട്രാ ഉണ്ടാവുമല്ലോ, നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ടല്ലോ 5 ഇഞ്ച്, അത് അവിടുന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് കറക്റ്റ് അളവാണ് ഇപ്പോൾ ഈ ഒരു ക്ലോത്തിലുള്ളത്. ഇതിനനുസരിച്ച് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഒരു 4 ഇഞ്ച് ഉള്ളിൽ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു തുണി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഒരു 4 ഇഞ്ചോളം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് തയ്യൽ തുമ്പായിട്ട് എക്സ്ട്രാ ഉണ്ടോ ഇത്രയും ഭാഗം നമ്മൾ കറക്റ്റായിട്ട് എടുക്കരുത്. നമ്മൾ കട്ട് ചെയ്ത തുണിക്ക് കറക്റ്റായിട്ട് എടുക്കരുത്. നമ്മൾ ചുറ്റുഭാഗം ഒരു 4 ഇഞ്ചോ 1/2 ഇഞ്ചായിട്ട് തയ്യൽ തുമ്പായിട്ട് എടുക്കണം കേട്ടോ. അതിനനുസരിച്ച് കട്ട് ചെയ്ത് എടുക്കണം. ഇനി സ്ലീവ്സ് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പ്രിൻറ്റ് ശ്രദ്ധിച്ചിട്ട് നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യണം അല്ലേ. ആ ഒരു പ്രിൻറ്റ് ഇങ്ങനെ ജസ്റ്റ് സൈഡിലേക്ക് ആ ഒരു രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ മടക്കിയിട്ട് വേണം സ്ലീവ്സ് കട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് കൈക്കുഴി ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബാക്കിയുള്ള എക്സ്ട്രാ വരുന്ന പീസൊക്കെ താഴേക്ക് നമുക്ക് ചെറുതായിട്ട് ഒരു യോജിപ്പിച്ച് ജോയിൻ ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കുറച്ച് ലെങ്ത് ആയിട്ടുള്ള സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ, അതല്ല കുറച്ചൊരു ലെങ്ത് കുറവുള്ള സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ കരയായിട്ടൊക്കെ ഇതിൻ്റെ ഈ ഒരു ക്ലോത്തിൽ നിന്ന് കരയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് എന്തായാലും നമുക്ക് ഫ്രണ്ട് ഭാഗം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണത് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് ഞാനിങ്ങനെ എക്സ്ട്രാ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു 5 ഇഞ്ച് എക്സ്ട്രാ 4.5 ഇഞ്ച് എക്സ്ട്രാ എടുത്ത ആ ഒരു ക്ലോത്തിനനുസരിച്ച് അവിടെ ഞൊറി വിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫ്രണ്ട് ഭാഗത്ത് മാത്രം 4.5 ഇഞ്ച് എക്സ്ട്രാ ക്ലോത്ത് എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ച് ഇങ്ങനെ ചെറിയ ചെറിയ ഞൊറിവാക്കി ഞാനിത് അത്യാവശ്യം നല്ല വീതിയിലുള്ള ഞൊറിവാണ് എടുത്തത്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കുഞ്ഞ് ഞൊറിവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കറക്റ്റ് അളവിനനുസരിച്ച് പിൻ ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു നമ്മൾ പിൻ ചെയ്ത് അതിലൂടെ തന്നെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പിൻ ചെയ്യുമ്പോൾ നമ്മുടെ യോക്കിൻ്റെ ഭാഗത്തെ അളവ് കറക്റ്റ് ആണോ എന്ന് നമ്മൾ ടാപ്പ് വെച്ച് നോക്കിയിട്ട് പിൻ ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ നമ്മളിങ്ങനെ പിൻ ചെയ്യുമ്പോൾ തന്നെ ഞാനങ്ങനെ അളവ് ടാപ്പ് വെച്ച് ഇങ്ങനെ നോക്കിയതിന് ശേഷമാണ് കേട്ടോ പിൻ ചെയ്ത് വെച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കറക്റ്റായിട്ട് തന്നെ ആ ഒരു 9 ഇഞ്ച് വീതി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്കൊക്കെ ആ ഒരു 9 ഇഞ്ച് വീതി കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഇനി നമ്മൾ യോക്ക് ഭാഗത്തേക്ക് കട്ട് ചെയ്ത് വെച്ച ക്ലോത്തിൽ ഞാൻ ലൈനിങ് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അവിടെ ക്ലോത്ത് ഇങ്ങനെ കുറച്ച് കട്ടി കുറവായതുകൊണ്ട് ഞാൻ നമുക്ക് യോക്കിൻ്റെ ഭാഗത്തൊക്കെ നെക്കിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് കട്ടി വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ലൈനിങ് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ, നമുക്ക് യോക്ക് ഭാഗത്ത് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എങ്ങനെ തയ്ക്കണമെന്ന് വെച്ചാൽ ഇതുപോലെ നമുക്ക് ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ വെച്ചിട്ട് ഒരു സൈഡ് തയ്ച്ചു കൊടുക്കാം. എന്നിട്ട് തയ്ച്ചതിന് ശേഷം ഈ ഒരു സൈഡ് ആ മൂല വരുന്ന ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ തയ്യലിൽ തട്ടാത്ത രീതിയിൽ. എന്നിട്ട് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ക്ലോത്ത് തിരിച്ച് കൊണ്ടുവരാം. എന്നിട്ട് ആ സൈഡും നമ്മൾ എന്ത് ചെയ്യാമെന്ന് ചെറിയ കട്ടിങ് കൊടുക്കുക. എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവന്നിട്ട് ഈ സൈഡും കൂടി ഒന്ന് തയ്ച്ചതാ ഇങ്ങനെ മറിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലോത്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് തയ്ക്കാനുള്ള 4 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രമേ നമ്മൾ ഈ ഒരു യോക്ക് ഭാഗത്ത് വെച്ച് കൊടുക്കാനുള്ള ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് കേട്ടോ. കറക്റ്റ് 4 ഇഞ്ച് തയ്യൽ തുമ്പ് മതി. നമുക്ക് തയ്ക്കാനുള്ള തുമ്പ് മാത്രം ഇട്ടിട്ട് വേണം തയ്ക്കാൻ. അപ്പം നമുക്ക് വളരെ അടിപൊളിയായിട്ട് തന്നെ ഇതുപോലെ മറിച്ച് റെഡിയാക്കി കിട്ടും. ഉള്ളിൽ നമ്മൾ ആ ഒരു കട്ട് ചെയ്യുമ്പോഴും 4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. ഈ ഒരു ക്ലോത്തിലും 4 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ കൊടുക്കണ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നെക്ക് ഇപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഫ്രണ്ട് നെക്കൊന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ നെക്ക് തയ്ച്ചിട്ടില്ല അല്ലേ, ഞാൻ ഇതുപോലെ രണ്ടാക്കിയൊന്ന് എന്താ പറയുക കൈക്കുഴി കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് 3.5 ഇഞ്ച് ഇവിടെ നമ്മൾ എന്താ പറയുക നെക്കിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്ത് വിടുത്ത് 3.5 ഇഞ്ചാണ് ഞാനിവിടെ കൊടുക്കുന്നത് കേട്ടോ. 3.5 ഇഞ്ച് കൊടുക്കുമ്പോൾ എനിക്കൊരു 3.25 ഇഞ്ച് ഷോൾഡറിനോട് വരും. കാരണം നമ്മൾ ആ ഭാഗം നമ്മുടെ ഒരു ക്രോസ് പീസ് വെച്ചാണ് ഇനി തയ്ക്കുന്നത് നെക്ക്. അതുകൊണ്ട് ഒരു 4 ഇഞ്ചും കൂടി എക്സ്ട്രാ വരും. അപ്പോൾ അത് നമ്മുടെ അളവിനനുസരിച്ച് ഇപ്പോൾ 3.5 മതിയെന്നെങ്കിൽ 3.25 എടുക്കാം ഷോൾഡർ വിടുത്ത്. അതുപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത്ത് എനിക്ക് 7 ഇഞ്ചാണ്. അപ്പോൾ ഞാനിവിടെ 6.25 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തയ്ച്ച് വരുമ്പോൾ 7 ഇഞ്ച് വരും കേട്ടോ. അപ്പോൾ അതേപോലെ താഴേക്ക് നമ്മൾ 3.5 ഇഞ്ച് ഷോൾഡർ വിടുത്തും 6.5 ഇഞ്ച് ലെങ്ത്തും എടുത്തിട്ട് ഇതുപോലെ നമുക്കൊരു
ചെറിയൊരു എന്താ റൗണ്ട് നെക്കല്ല, ചെറുതായിട്ടൊരു ഷേപ്പ് വരുന്ന ഇതായി ഒരു വി അല്ല, ഈ ഒരു ഷേപ്പിലാണ് ഞാൻ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വരച്ചെടുത്ത ആ ഭാഗത്തൂടെ തന്നെ നെക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ പറയുക, നമുക്കൊക്കെ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 1.5 ഇഞ്ച് വീതിയിൽ ഞാനിതാ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു നല്ല ഒരു വി വരുന്ന ഷേപ്പിലാണ്, വി അല്ല റൗണ്ടും അല്ല എന്നുള്ള പോലെ ആ ഒരു ഷേപ്പിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ 1.5 ഇഞ്ച് വീതിയിൽ ഞാനിങ്ങനെ വൈറ്റ് കളറിലെ ക്ലോത്തിൽ തന്നെ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ നമ്മൾ നല്ല ഭാഗത്ത് വെച്ചിട്ട് ഏകദേശം 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ നെക്കിൻ്റെ ഭാഗം മുഴുവൻ തയ്ക്കുക. ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്ത് വരുമ്പോൾ ചെറിയൊരു ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. കാരണം അവിടെ ഒരു കുത്തിക്കൂടൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവിടെ വരെ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ മറിച്ച് തയ്ക്കുമ്പോൾ ഈ ഭാഗം ചെറിയൊരു കട്ടിങ് കൊടുക്കണം. ആ ഒരു വി ഭാഗത്ത് ഒരു ചെറിയതായിട്ട് നമ്മൾ കത്രിക കൊണ്ട് ഒന്ന് കട്ടിങ് കൊടുത്താൽ നമുക്ക് വൃത്തിയായിട്ട് ഇവിടേക്ക് വി ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി മറിച്ച് മുകളിലൂടെ പ്രസ് ചെയ്ത് തയ്ക്കുക. എന്നിട്ട് ഉള്ളിലേക്ക് ചീത്ത ഭാഗത്തേക്ക് മറിച്ച് ഒന്നും കൂടി ഒന്ന് തയ്ച്ചെടുത്താൽ നമ്മുടെ നെക്ക് അടിപൊളിയായിട്ട് ഇതുപോലെ തന്നെ കിട്ടും. അതൊരു കുത്തിക്കൂടലോ അല്ലെങ്കിൽ വൃത്തികേടായിട്ടോ ഒന്നും വരില്ല. ഇതുപോലെ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് തയ്ച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗം അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താഴത്തെ ഞെറിയുമൊക്കെ വരുന്നതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഈ ഒരു കര പോലെ വരുന്നുണ്ടല്ലോ ക്ലോത്ത്, ആ ഒരു ക്ലോത്ത് കൊണ്ട് ഞാൻ കരുതി ഇതിൻ്റെ ഈ ഒരു യോക്ക് ഭാഗത്ത് ചെറുതായിട്ടൊരു ഡിസൈൻ വെച്ച് കൊടുക്കാമെന്ന്. എല്ലാം നമുക്ക് അപ്പോൾ തോന്നുന്ന ഇതിങ്ങനെയൊന്നും വെച്ച് കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഇപ്പോൾ ഓരോന്ന് ചെയ്തിങ്ങനെ വരുമ്പോൾ നമുക്കൊരു എന്താ പറയുക, അങ്ങനെ ചെയ്താൽ രസം ഉണ്ടാവും, ഭംഗി ഉണ്ടാവും എന്നൊക്കെ തോന്നിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു 3 സൈഡിൽ ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. താഴ്ഭാഗത്തും ഈ ഒരു 3 സൈഡിലായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ താഴ്ഭാഗത്ത് മാത്രം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തയ്ച്ച് കൊടുത്തു. ഈ കര മാത്രം, ആ കര വരുന്ന ഭാഗം മാത്രം ഒന്ന് തയ്ച്ച് കൊടുത്തു. അതിന് ശേഷം 2 സൈഡിലും തയ്ച്ച് കൊടുക്കും. അപ്പോൾ നമുക്ക് ആ താഴ്ഭാഗമൊക്കെ കരയൊക്കെ എന്താ പറയുക, നമ്മൾ ആ തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിലും അതേപോലെ തന്നെ കുത്തി കൂടാതെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം താഴ്ഭാഗം ഈ ഒരു ഭാഗം ഇങ്ങനെ ആദ്യം തയ്ച്ചു. അതിന് ശേഷം 2 സൈഡും കര വെച്ച് കൊടുത്ത് ആ കര ഭാഗം മാത്രമാണ് നമ്മൾ യെല്ലോ കളർ വെച്ചിട്ടില്ല കേട്ടോ. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ നെക്കിന് അത് ആ ഒരു സെൻറ്റർ ഭാഗത്തും വെച്ച് കൊടുക്കാം. അപ്പോൾ എനിക്ക് തോന്നി അതൊരു ബോറാവുമെന്ന് തോന്നിയിട്ട് അവിടെ വെച്ച് കൊടുത്തില്ല. ഇത്രയും ഭാഗത്ത് മാത്രമാണ് ആ ഒരു കര പോലെ വെച്ചിട്ടുള്ളത്. താഴേക്കൊക്കെ വെക്കുകയാണെങ്കിലും ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം. ഇനി നമുക്ക് ബാക്ക് ഭാഗം ഒന്ന് സെറ്റാക്കി എടുക്കാം. ബാക്ക് ഭാഗം നമുക്കിനി നെക്കൊന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനത് ക്രോസ് പീസ് വെച്ചല്ല, ഒരു വെള്ള തുണി വെച്ചിട്ട് നമ്മൾ അതിൽ നെക്ക് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതൊരു ക്ലോത്ത് എടുത്തിട്ട് 2ആക്കി ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അളവുകളൊക്കെ ഇതിൽ കൊടുക്കാം. അപ്പോൾ 3.5 ഇഞ്ച് നമ്മൾ തയ്ച്ച് വരുമ്പോൾ 3.25 വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൽ 3.25 എടുക്കണം. നമ്മൾ നേരത്തെ ക്രോസ് പീസ് വെച്ച് തയ്ക്കുന്നതുകൊണ്ടാണ് 3.5 എടുത്തത്. ഇതിൽ നമ്മൾ 3.25 എന്നുള്ള അളവ് തന്നെ കറക്റ്റ് കൊടുക്കണം. ഷോൾഡറിൻ്റെ അവിടെയുള്ള നെക്ക് വിടുത്ത് താഴേക്കും നമ്മൾ 4 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ജസ്റ്റ് റൗണ്ട് ഷേപ്പാണ് ഞാൻ ബാക്കിൽ കൊടുക്കുന്നത്. അതൊന്ന് ചോക്ക് കൊണ്ടൊന്ന് വരച്ചു കൊടുക്കും. എന്നിട്ടൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് അമർത്തി വരച്ചു കൊടുക്കാം. എന്നാലേ നമുക്ക് അപ്പുറം ഭാഗത്തേക്ക് പതിഞ്ഞ് കിട്ടുള്ളൂ. ഇനി ഇവിടെ കട്ട് ചെയ്തിട്ട് ഈ 3 സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് അപ്പുറം ഭാഗത്തേക്കൊന്ന് മറിച്ച് ആ ഒരു ചോക്ക് കൊണ്ടുള്ള അടയാളം അപ്പുറം ഭാഗത്ത് കാണുന്ന രീതിയിലൊന്ന് സെറ്റാക്കി എടുക്കാം. ഇനി നമുക്കത് ബാക്ക് പീസിൽ വെച്ച് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സാധാരണ നമ്മളെല്ലാ ഡ്രസ്സിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നല്ല ഭാഗം കാണുന്ന രീതിയിൽ നമുക്ക് ക്ലോത്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു 3 സൈഡും തയ്ക്കണം. ഈ ഒരു ക്ലോത്തിൽ തയ്ച്ചതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ 2 ഷോൾഡറിൻ്റെ ഭാഗത്തിൽ സെൻറ്റർ ഭാഗവും ഈ ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ആ റൗണ്ട് ഷേപ്പിൽ തയ്ച്ച് അതിൻ്റെ ഉള്ളിലൂടെ 1/4 ഇഞ്ച് ഉള്ളിലൂടെ കട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ചീത്ത ഭാഗത്തേക്ക് മറിച്ച് തയ്ക്കാം. ചീത്ത ഭാഗത്തേക്ക് മറിക്കുമ്പോൾ നമുക്ക് നെക്ക് ഷോൾഡറിൻ്റെ 2 ഫ്രണ്ട് പീസും ബാക്ക് പീസും ഷോൾഡറും കൂടി ഒന്ന് തയ്ച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അതുപോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഉള്ളിലേക്ക് നമ്മൾ ബാക്ക് നെക്ക് ഉള്ളിലേക്ക് മറിച്ച് തയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡറും ബാക്ക് പീസിൻ്റെ ഷോൾഡറും കൂടി കൂട്ടി തയ്ച്ച് സെറ്റാക്കി ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് അടുത്ത പരിപാടി സ്ലീവ്സാണ്. സ്ലീവ്സ് ഇതിൽ വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സ്ലീവ് നേരത്തെ കട്ട് ചെയ്തൊന്നും റെഡിയാക്കിയിട്ടില്ല. അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് സ്ലീവ് അധികം ലെങ്ത്തുമാണ്. ഞാൻ ആ ഒരു യെല്ലോ ക്ലോത്ത് കൊണ്ട് താഴേക്ക് കര പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്ലോത്ത് ഇപ്പോൾ ഫുൾ ഒരു അത്യാവശ്യം ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ 4ആക്കി മടക്കിയിട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഒരു എന്താ പറയുക, കുറച്ച് അധികം ഇറക്കമൊന്നുമില്ല. നമ്മൾ കര പോലെ ആ മറ്റേ പാൻറ്റിൻ്റെ ക്ലോത്ത് കൊണ്ട് കാര്യം വെച്ച് കൊടുക്കുന്നതുകൊണ്ട് ക്ലോത്ത് ഇതാ നമുക്ക് ഇതുപോലെ വെച്ചിട്ട്, ഇതിൻ്റെ പ്രത്യേകത, ഈ ക്ലോത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. നമുക്ക് ക്ലോത്ത് പിന്നെ ആ പ്രിൻറ്റ് വരുന്നത് നമ്മൾ റെഡി കഴിഞ്ഞ ആ ഒരു താഴേക്ക് ഇങ്ങനെ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുമ്പോഴായിരിക്കും ആ ഡ്രസ്സിൻ്റെ ഒരു ഭംഗി. അപ്പോൾ അതിനനുസരിച്ച് ഇതാ ഇപ്പോൾ ഈ ഒരു ലെങ്ത്ത് എനിക്ക് മതി. ശരിക്കും ഇതാ ഇപ്പോൾ കാണിക്കുന്ന ആ ലെങ്ത്ത് മതി എൻ്റെ സ്ലീവ്സിന്. അതുകൊണ്ട് ഞാൻ ഇതേ രീതിയിൽ വെച്ചിട്ടാണ് തയ്ച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ പ്രിൻ്റൊക്കെ ഇങ്ങനത്തെ പ്രിൻ്റൊക്കെ എടുക്കുമ്പോൾ ആ ഒരു കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം അല്ലേ. അപ്പോൾ അതാ ഇതുപോലെ ഞാനൊന്ന് ജസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കര വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്ലോത്ത് ഇങ്ങനെ ഞാൻ അതും 2ആക്കി മടക്കി ഇങ്ങനെ 4ആക്കി മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നീളം എനിക്ക് കറക്റ്റാണ്, ലെങ്ത്ത് കറക്റ്റാണെന്ന് നോക്കിയിട്ടാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അപ്പോൾ കൈക്കുഴിയുടെ അളവ് ഞാൻ താഴേക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഇതാ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഈ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ കൈക്കുഴിയുടെ ലെങ്ത്ത് ഞാൻ പറയാൻ വിട്ടതാണ്, ഈ ക്ലോത്തിലാവുമ്പോൾ നമുക്ക് അങ്ങനെ ഇങ്ങോട്ട് വെട്ടിക്കഴിഞ്ഞാൽ രണ്ട് കോലത്തിലായിരിക്കും സ്ലീവ്സ് വരിക. അപ്പോൾ അത് ആദ്യം ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ എന്താ പറയുക, ഞാനിത് ഇങ്ങനെയൊക്കെ കറക്റ്റ് കാണിക്കുക എന്താ വെച്ചാൽ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ക്ലോത്ത് ഇങ്ങനെ ഒരു സ്ലീവ് വേറെ രീതിയിൽ, ഒരു സ്ലീവ് വേറെ രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരണ്ടല്ല എന്ന് കരുതിയിട്ടാണ് ഞാനിതാ ഇങ്ങനെ ക്ലോത്ത് ഇങ്ങനെ കറക്റ്റ് വെക്കുന്ന രീതി, നമ്മൾ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തിട്ട് അതിൻ്റെ പ്രിൻറ്റ് ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, സ്ലീവ്സ് കട്ട് ചെയ്ത് സെറ്റാക്കണത് കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക, അത് മാറണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനിതിങ്ങനെ വീഡിയോയിൽ കൂടുതൽ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് അത് കറക്റ്റാണ്. ഇനി കൈക്കൂടെ ഭാഗം എന്താ ഇവിടെ നിന്ന് കൈക്കൂടി എത്രയാണോ അതൊന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഞാനൊരു 3.5 ഇഞ്ച്, നമുക്ക് വണ്ണുള്ള ആൾക്കാർക്കാവുമ്പോൾ 3.5 ഇഞ്ച് ഈ ഭാഗത്ത് വേണ്ടി വരും. ഒരു 3 ഇഞ്ച് മതിയാവില്ല, 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഇതാ ഇങ്ങോട്ട് മുകളിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു ചെരിഞ്ഞൊരു വര വരച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ വിളിച്ച് ഈ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കൈക്കുഴി കറക്റ്റായിട്ട് തന്നെ വരും. ഇനി നമുക്കിതാ ഇവിടെ സ്ലീവ് റൗണ്ടും ഒക്കെ ഒന്ന് അടയാളപ്പെടുത്തണം. സ്ലീവ്സ് റൗണ്ട് എന്ന് പറയുന്നത് 12 ഇഞ്ച്, ഈ ഭാഗത്ത് എനിക്ക് വരുന്നത് 16 ഇഞ്ചാണ്. അപ്പോൾ 8 ഇഞ്ചും 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. പിന്നെ സ്ലീവ് റൗണ്ട് വരുന്നത് 13 ഇഞ്ചാണ്. അപ്പോൾ 6.5 ഇഞ്ചും 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് യോജിപ്പിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട് ക്ലോത്ത്. ഇനി ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം. ആ വരച്ച ഭാഗത്തൂടെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ക്ലോത്ത് വെക്കുമ്പോൾ നമ്മളിങ്ങനെയുള്ള പ്രിൻ്റ് ക്ലോത്തൊക്കെ ആകുമ്പോൾ വെട്ടുമ്പോൾ ഒന്ന് കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യണം. എനിക്ക് ഒരുപാട് പിഴവുകൾ വന്നതുകൊണ്ടാണ് ഞാനിതിങ്ങനെ എടുത്തെടുത്ത് പറയണത് കേട്ടോ. നമ്മളിങ്ങനെ നല്ല വിലയൊക്കെ കൊടുത്ത് വാങ്ങണ ക്ലോത്ത് ആകുമ്പോൾ അങ്ങനെ ചെറുതായിട്ട് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ അതാ നമ്മളെ സ്ലീവ്സ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കര വെച്ച് കൊടുക്കുക എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ അതാ നമ്മൾ സ്ലീവ്സ് ഇതുപോലെ നല്ല ഭാഗം കാണുന്ന രീതിയിൽ വെക്കാം. എന്നിട്ട് ഈ ഒരു കര വെച്ചിട്ട് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. എല്ലാവർക്കും അങ്ങനെ പാക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. കര അതാ ഇവിടെ വരുന്ന രീതിയിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതാ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നുമില്ല, താഴേക്ക് കര ആ ഒരു യെല്ലോ കളറിൽ എന്താ പറയുക പ്രിൻറ്റ് വരുന്ന ക്ലോത്ത് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ താഴ്ഭാഗം കൂടി ഒന്ന് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. കര നമ്മൾ ആ ഒരു ഭാഗത്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ എന്താ പറയുക ഡ്രസ്സിൽ സ്ലീവ്സ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മെഷീൻ ഇതാ ഇതുപോലെ നല്ല ഭാഗം കാണുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന്
മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കട്ടിങ് ഇതുപോലെ ആവുമല്ലോ നമുക്ക് സ്ലീവ് വരിക. അപ്പോൾ അതിങ്ങനെ ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. നല്ല ഭാഗങ്ങൾ രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് സെൻറ്റർ ഭാഗത്ത് നിന്ന് നമുക്കൊരു സൈഡിലേക്ക് തയ്ച്ചു കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡിലേക്കും തയ്ച്ചു കൊടുത്ത് ഇങ്ങനെ മറിച്ചെടുത്താൽ സ്ലീവ് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടും. ഇതേ രീതിയിൽ നമുക്ക് നമ്മുടെ 2 സ്ലീവ്സും തയ്ച്ചെടുക്കാം. എന്നിട്ട് അത് സ്ലീവ് റൗണ്ട് മുതൽ ഇവിടുന്ന് റൗണ്ടിൻ്റെ എൻഡ് ഭാഗം മുതൽ നമ്മൾ ടോപ്പിൻ്റെ ഓപ്പണ് വരെ നമ്മളൊന്ന് 1 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഓപ്പണ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു കട്ടിങ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓപ്പണിൻ്റെ ലെങ്ത്തിൻ്റെ ഭാഗത്ത് നമുക്കതിൻ്റെ ലെങ്ത്ത് മനസ്സിലാവാൻ വേണ്ടി കട്ടിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുവരെ നമ്മൾ എന്ത് ചെയ്യാം, ഏകദേശം 1 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കാം. അപ്പോൾ അത് ആ ഒരു രീതിയിൽ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡ് ഭാഗം മുതൽ സ്ലീവ് റൗണ്ടിൻ്റെ എൻഡ് ഭാഗം മുതൽ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരെ ഓപ്പണിൻ്റെ ലെങ്ത്ത് നമ്മൾ കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വരെ എടുത്തിട്ട് ഓപ്പണും കൂടി നമ്മൾ തയ്ച്ചെടുത്ത് താഴ്ഭാഗം നമ്മൾ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ എൻ്റെ ഭാഗം മുതൽ 2 സൈഡിലേക്കും ഏകദേശം 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ തയ്ച്ച് ഓപ്പണിൻ്റെ ലെങ്ത്ത് വരെ തയ്ച്ചെടുത്തിട്ട് അവിടുന്ന് താഴേക്കോ ഓപ്പണിൻ്റെ സ്ലിറ്റൊക്കെ തയ്ച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് സ്ലിറ്റൊക്കെ ഓപ്പണൊക്കെ തയ്ക്കാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അവിടെ നമുക്കിതിൻ്റെ ഈ ഡ്രസ്സിൻ്റെ മോഡൽ എന്താ വെച്ചാൽ ആ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന ആ ഒരു ഡിസൈനും ഞൊറിവൊക്കെയാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത്. അപ്പോൾ ഇതാണ് ഈ ഡ്രസ്സിൻ്റെ ലാസ്റ്റ് ലുക്ക്. പിന്നെ നമുക്ക് 2 സൈഡും ഒന്ന് ഷേപ്പാക്കി എടുക്കണം. നമ്മളിപ്പോൾ ഏകദേശം 1 ഇഞ്ച് വീതിയിലാണ് തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തന്നെ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയിട്ട് അത് ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ അളവുകളൊക്കെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നമുക്കതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഞൊറിവൊക്കെ കറക്റ്റായിട്ട് താഴെ വരെ നമുക്കൊന്ന് കൈ കൊണ്ട് പിടിച്ച് സെറ്റാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ബോക്സ് കൊണ്ട് അയൺ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ടൈമിൽ നമ്മൾ ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളത് ചെയ്തെടുത്താലാണ് ആ ഒരു വൃത്തിയിൽ കിട്ടുക. ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് കോട്ടൺ ആകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി അയൺ ബോക്സ് കൊണ്ട് സെറ്റാക്കി എടുത്താൽ മതി. അപ്പോൾ അത് ആ ഒരു വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ സ്ലീവിൻ്റെ ഡിസൈൻ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ലുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. മുൻഭാഗമൊക്കെ നമ്മളൊരു റെഡിമെയ്ഡ് ലുക്കിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ പറയുക, നമുക്കിപ്പോൾ ഇത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വിലയാവില്ലേ. അപ്പോൾ നമുക്കത് വളരെ എന്താ പറയുക തുച്ഛമായ വിലക്ക് ഒരു 500 രൂപക്കുള്ളിൽ നമുക്ക് അടിപൊളിയായിട്ട് തയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ കേട്ടോ. പുറത്ത് കൊടുക്കുകയാണെങ്കിൽ തയ്യൽ കൂലിയൊക്കെ വരുമ്പോൾ നമുക്കൊരു റെഡിമെയ്ഡിൻ്റെ വില തന്നെ ആവും. നമ്മൾ തയ്ക്കാൻ അറിയുന്നവർക്കാണെങ്കിൽ ഇതാ ഒരു 500 രൂപൻ്റെ ഉള്ളിൽ ആയിട്ട് തന്നെ നമുക്കിതുപോലെ റെഡിമെയ്ഡ് പോലെയുള്ള അടിപൊളി ഡ്രസ്സ്, കോട്ടൺ ഡ്രസ്സ്, എനിക്ക് എന്താ പറയുക ഈ ഒരു പ്രിൻറ്റും ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പ്രിൻറ്റിലുള്ള 3 സെപ്പറേറ്റ് ക്ലോത്ത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള ഒരു ലുക്കും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ അത്യാവശ്യം ഞാനൊരു വണ്ണുള്ള ആളായിട്ട് പോലും ആ ഒരു ഞൊറിവൊന്നും എനിക്കധികം എന്താ പറയുക വൃത്തികേടായിട്ടൊന്നും തോന്നിയില്ല. നല്ല ഭംഗിയായിട്ട് തന്നെ എനിക്ക് തോന്നി. അധികം എന്താ പറയുക ബോറായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. ഞാൻ അത്യാവശ്യം വണ്ണുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഓപ്പണൊക്കെ താഴേക്ക് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതാ എന്താ പറയുക ചെസ്റ്റിൻ്റെ ഭാഗമൊക്കെ ഉണ്ട്, അളവുകളൊക്കെ കറക്റ്റായിരുന്നു. നമ്മൾ വർക്കൊക്കെ അടിപൊളിയായിട്ട് തന്നെ എന്താ റെഡിമെയ്ഡ് പോലെ തന്നെ തോന്നി എനിക്ക്. വണ്ണുള്ളതുകൊണ്ട് ഈ ഒരു ഇങ്ങനത്തെ മോഡലൊന്നൊക്കെ ഇടാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഇപ്പോൾ പക്ഷേ എന്താ പറയുക നല്ല ഇതിട്ടപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും തോന്നിയില്ല കേട്ടോ. വയറൊന്നും കൂടുതലായിട്ടൊന്നും തോന്നിയില്ല. അടിപൊളിയായിട്ട് തന്നെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. സ്ലീവ്സ് ഇതാ ഈ ഒരു രീതിയിൽ വെച്ചപ്പോൾ നമ്മളെപ്പോഴും കരഭാഗത്താണല്ലോ എല്ലാ ഡിസൈനും വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്ച്ച് നോക്കണം. ഞാൻ കുറച്ച് ലൂസായിട്ട്, എനിക്ക് അങ്ങനെ എന്താ പറയുക ടൈറ്റായിട്ട് കിടക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലൂസായിട്ട് അടിച്ചിട്ടുള്ളത്. ഈ ഒരു പാൻറ്റും ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. താഴ്ഭാഗം അങ്ങനെ ചെറുതായിട്ടൊരു കരയൊക്കെ വെച്ചിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് തയ്ച്ചതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.